ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ജമന്തി ചെടിയുടെ പരിചരണവും കാര്യങ്ങളാണ് പറയുന്നത്. ജമന്തി ചെടി നടുന്ന വിധം എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതാണ് തോന്നുന്നത്. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പരിചരണവും കാര്യങ്ങളും കാണിക്കുന്നത്. അങ്ങനെ ജമന്തി ചെടി നമ്മൾ നടുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. നമ്മൾ ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും ചകിരിച്ചോറും മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്കാണ് ചെടി നട്ട് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ജമന്തിയുടെ കൊമ്പ് നട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വേര് പിടിക്കുന്ന വരെ നമ്മൾ അതിനെ ഒന്ന് തണൽ ഭാഗത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ തണൽ ഭാഗത്ത് വെച്ച് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെടി കുറച്ച് ഉഷാറാവുകയും അതിൽ വേര് പിടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ അതിനെ ഒന്ന് വെയിലത്തേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ വെയിലത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും കൂടെ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കും. അത് ഞാൻ കുറച്ചെടുത്ത് അതിൽ പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചെടിക്ക് ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചെടിക്ക് നമ്മൾ കുറച്ച് DAP ഇട്ട് കൊടുക്കുക. DAP ഇട്ട് കൊടുത്തതിന് ശേഷം ചെടി കുറച്ച് ഉഷാറായി വരും. അപ്പോൾ അതിൻ്റെ തലപ്പ് ഭാഗം ഒന്ന് നുള്ളി കൊടുക്കുക. അങ്ങനെ തലപ്പ് ഭാഗം നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4 ഭാഗത്തു നിന്നും പുതിയ ശിഖരങ്ങൾ വരും. അപ്പോൾ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ 2 ദിവസം നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായി അതിൻ്റെ ഇലകളിലും തണ്ടുകളിലൊക്കെ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ജമന്തി ചെടി എന്ന് പറയുന്നത് വേഗം പ്രാണികൾ ശല്യം കൂടുന്ന ഒരു ചെടിയാണ് ഈ ജമന്തി ചെടി. അപ്പോൾ നമ്മൾ ഈ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഒഴിവാക്കി കിട്ടും. ഈ പ്രാണികളും അതിൻ്റെ നീരൂറ്റി കുടിച്ചിട്ടാണ് ഈ മുട്ടുകളൊക്കെ കരിഞ്ഞ പോലെ കാണപ്പെടുന്നത്. അതിനാണ് നമ്മളിങ്ങനെ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കകം മുട്ടുകൾ വരാൻ തുടങ്ങും. ആ മുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മുട്ടുകൾക്ക് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ മുട്ടുകൾ അങ്ങനെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ഭംഗിയിൽ വിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഉലുവ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് അതിൽ കുറച്ച് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ മുട്ടുകൾക്കൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുട്ടുകൾ നല്ല ഭംഗിയിൽ വിരിഞ്ഞു വരും. ചില മുട്ടുകളൊക്കെ ഇങ്ങനെ വിരിയാതെ മടിച്ച് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള മുട്ടുകളൊക്കെ വിരിഞ്ഞു വരാൻ ഏറ്റവും നല്ലൊരു വളമാണ് ഈ ഉലുവയുടെ വെള്ളം കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ആദ്യമൊക്കെ എൻ്റെ ചെടികളിലെ മുട്ടുകൾ ഇതേപോലെ ഇങ്ങനെ കരിഞ്ഞു പോകുമായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ ചെടികളിൽ പിന്നീട് പൂക്കളൊക്കെ നന്നായി വിരിയാൻ തുടങ്ങുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജമന്തിയിലും നന്നായി പൂക്കൾ ഉണ്ടാകുമേ. പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പൂക്കൾ ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളത് മുറിച്ചു കൊടുക്കുകയും വേണം. പൂക്കൾ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് വീണ്ടും പുതിയ ശിഖരങ്ങൾ വന്ന് അതിൽ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാകുകയുള്ളൂ. ഉണങ്ങിയ പൂവ് അങ്ങനെ വെച്ചാൽ അത് കരിഞ്ഞ് അവിടെ നിൽക്കുകയുള്ളൂ. അതിനെ നമ്മളിത് മുറിച്ചു കൊടുക്കണം. പൂ മുറിച്ചു കൊടുത്താൽ അതിൽ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജമന്തിയിലും പൂക്കളൊക്കെ ഉണ്ടാവും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.